ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്തല്ലേ കർണാടകത്തിൽ തിരഞ്ഞെടുപ്പെടുന്നത്. അപ്പോൾ അവിടെ വോട്ട് ചോരി ഉണ്ടായില്ലേ? പുള്ളിയുടെ ആദ്യത്തെ ആരോപണം കർണാടകത്തിലെ വോട്ട് ചോരിയെ കുറിച്ചാണ്. അതെ, കർണാടകത്തിൽ വോട്ട് ചോരി ഉണ്ടെങ്കിൽ സിദ്ധരാമയ്യ ജയിക്കാൻ പാടില്ലല്ലോ. കർണാടകം BJP ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ്. 5 കൊല്ലമായിട്ട് BJPയുടെ ഭരണം. ആ BJP അട്ടിമറിച്ചിട്ടാണ് കോൺഗ്രസ് ജയിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ എന്തുകൊണ്ട് വോട്ട് ചോരി അവിടെ ഉണ്ടായില്ല? സിദ്ധരാമയ്യ എങ്ങനെ അധികാരത്തിൽ വന്നു? അതുപോലെ ഇനി BJPയുടെ പോട്ടെ, തെലങ്കാന രാഷ്ട്ര സമിതി 10 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമല്ലേ തെലങ്കാന. അവിടെ എങ്ങനെ കോൺഗ്രസ് ജയിച്ചത്? അവിടെ വോട്ട് ചോരി ഉണ്ടായില്ലേ? അങ്ങനെ ചോദ്യമില്ലേ? ഇനി ഇവിടെ കൊണ്ടും കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ ദിവസം ചില ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളൊന്നൊരു വാർത്ത ഞാൻ പറയാം. അത് അവർ ഇല്ലസ്ട്രേറ്റ് ചെയ്തു, ഞാനല്ല. ഈ KT രാമറാവു എന്ന് പറഞ്ഞ നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകനുണ്ട്, അവിടെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹമാണ് ഇവിടുന്ന് ചുവന്ന പരവതാനി വിരിച്ച് നമ്മുടെ കിറ്റക്സ് സാബുവിനെ തെലങ്കാനയിൽ കൊണ്ടുപോയിട്ട് വ്യവസായം തുടങ്ങാനായിട്ട് എല്ലാ ഒത്താശകളും ചെയ്തു. രാമറാവു ഇദ്ദേഹത്തിൻ്റെ മകനാണ്, ചന്ദ്രശേഖർ റാവുവിൻ്റെ. നല്ല മിടുക്കനാണ്, വിദേശ വിദ്യാഭ്യാസം നേടിയുള്ള, നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ജൂബിലി ഹിൽസ് നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് എടുക്കുക, ബൈ ഇലക്ഷനാണ്. ആ ബൈ ഇലക്ഷനിൽ തെലങ്കാന രാഷ്ട്ര സമിതിയുടെ ഒരു സ്ഥാനാർത്ഥി, ഒരു സ്ത്രീയാണ് മത്സരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന MLA, മരിച്ചുപോയ MLAയുടെ ഭാര്യയാണ്, അവിടുത്തെ ഒരു ഉമാ തോമസാണ്. അവിടെ കോൺഗ്രസ്സുകാർ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കുന്നു എന്നാണ്. അത് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ചേർക്കും. അങ്ങനെ എത്രയോ വോട്ടുകൾ, ആയിരക്കണക്കിന് വോട്ടുകൾ ചേർത്തതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ജനങ്ങളെ വിശദീകരിച്ച് കേൾപ്പിക്കുക. അപ്പോൾ ഇതാണ് കോൺഗ്രസ്സുകാർ തെലങ്കാനയിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ പോയിട്ട് ഇതാ BJPക്കാർ കള്ളവോട്ട് ചേർത്തിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പരിഹാസമായിട്ട് തോന്നും. അപ്പോൾ തെലങ്കാനയിൽ എങ്ങനെ ജയിച്ചു, കർണാടകത്തിൽ എങ്ങനെ ജയിച്ചു, അല്ലെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച എങ്ങനെ ജാർഖണ്ഡിൽ ജയിച്ചു? ഇനി കോൺഗ്രസ് തന്നെ തോറ്റൊരു സംസാരം ഞാൻ പറയാം. കോൺഗ്രസ് കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചാബിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റുപോയില്ലേ? അത് വോട്ട് ചോരിയായിരുന്നു? അല്ലല്ലോ, ആളുകൾ വോട്ട് മാറ്റി ചെയ്തതാണ്. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ മറ്റവർക്ക് വോട്ട് ചോരി നടത്താൻ പറ്റില്ല. അത് ജയിച്ചത് BJP അല്ല, ആം ആദ്മി പാർട്ടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഭരണം ആൾക്കാർക്ക് വെറുത്തു എന്നുള്ളതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ ഭരണം വെറുത്തു. അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ട് കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരാളെ ചരൺജിത് സിംഗ് ചന്നി എന്ന് പറഞ്ഞ ഒരു വിദ്വാനെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയാക്കി. അയാൾക്ക് അയാളുടെ ഭാര്യയുടെ പിന്തുണ പോലും ഇല്ലായിരുന്നു. അയാൾ ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റുപോയി. മത്സരിച്ച സീറ്റിൽ സിറ്റിംഗ് മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു. അത് വോട്ട് ചോരിയാണോ? അല്ല, ജനങ്ങൾ കോൺഗ്രസിനെ ത്യജിച്ചത്, വെറുത്തിട്ട് തിരസ്കരിച്ചതാണ്. അപ്പോൾ അവനവൻ്റെ മുഖം ചീത്തയായതിന് കണ്ണാടി തല്ലി പൊടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? രാഹുൽ ഗാന്ധി ആലോചിക്കേണ്ട കാര്യം ഇതാണ്.